ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് വെഡ്ഡിങ് ഷോപ്പിങ്ങിൻ്റെ പാർട്ട് 2 ആട്ടോ. പാർട്ട് 2 ഇത് രാവിലെ എണീച്ച് പിങ്ക് സ്കൈ ഒക്കെ കണ്ട് ഞാൻ ഇത്രയും രാവിലെ കുറേ കാലത്തിന് ശേഷമാണ് എണീച്ചതെന്ന് തോന്നുന്നു. ക്രിസ്മസ് ആയിരുന്നു അന്ന്, ഡിസംബർ 25 അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇന്നത്തെ അജണ്ട നേരെ കോഴിക്കോട് പോവാണ്. ജാനി അങ്ങനെ എടുത്ത് കാറിൽ വെക്കുക ചെയ്തേ, അവളെ ഒന്നും എണീപ്പിക്കൊന്നും ചെയ്യാണ്ട് അങ്ങനെ എടുത്ത് കാറിൽ വെക്കുക ചെയ്തേ. കോഴിക്കോട് പോവാണ് ഞങ്ങൾ. ഇന്നത്തെ അജണ്ട എനക്കും അമ്മക്കും ഏച്ചിക്കും ഉള്ള സാരികളെല്ലാം എടുക്കുക, എന്നിട്ട് പിന്നെ കൊടുക്കാനും ഉള്ള സാരികളുണ്ടല്ലോ അതെല്ലാം എടുത്തിട്ട് വരിക എന്നുള്ളതാണ് ഇന്നത്തേത്. നടന്നാൽ മതി എന്നുള്ളതിലാണ് പോയത്. ഏട്ടന്മാർ പോകുമ്പോൾ പറഞ്ഞായിരുന്നു നിങ്ങളത് എടുക്കുമെന്ന് സംശയമാണെന്നൊക്കെ. നേരെ കോഴിക്കോട് എത്തി. കോഴിക്കോട് ജയലക്ഷ്മിയിൽ അവിടുന്ന് പിന്നെ ഉച്ചവരെ അവർ ഇതൊന്നും എടുക്കാൻ വിട്ടില്ല. ഉച്ചവരെ എന്ന് പറഞ്ഞാൽ പോകുമ്പോഴത്തേക്ക് തന്നെ ഒരു 11 മണിയായിനി. പിന്നെ 1 മണിയാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങി ലഞ്ച് കഴിക്കാമെന്ന് വെച്ചിട്ട്. നല്ല മീൽസായിരുന്നു ഈ ഷോപ്പിൽ. പേര് ഞാൻ മറന്നു. ജയലക്ഷ്മിക്ക് തൊട്ട് മുട്ടിയ ഹോട്ടലാണ്. നല്ല നത്തോലി ഫ്രൈയും മീൽസും ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിന്, ഭയങ്കര ഇഷ്ടമായിന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കല്യാണിൽ പോയി, കല്യാൺ കേന്ദ്രയിൽ പോയി. ഒന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കല്യാൺ കേന്ദ്ര എൻ്റെ മോനെ ഇങ്ങനെ കൂന കൂട്ടിയിട്ടിട്ടുണ്ടായിന്. എല്ലാവരും വന്ന് 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 ഇങ്ങനെ കൂനി ഇട്ടിട്ടുണ്ടായേ. അതിന് ഓരോന്ന് അടിയെന്ന് പറക്കേണ്ട അവസ്ഥയായിരുന്നു. ആകെ എന്തോ പോലെയായിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. ജയലക്ഷ്മിയിൽ തന്നെ വന്ന് എല്ലാ സാരികളും ഒന്നുകൂടെ കൺഫേം ആക്കി എടുത്തു. അതിന് ശേഷം ഏട്ടനുള്ളതും എല്ലാം എടുത്ത് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞങ്ങളാന്ന് തോന്നുന്നു ലാസ്റ്റ് ഇറങ്ങി. ലാസ്റ്റ് ഇങ്ങനെ ബില്ലൊക്കെ ചെയ്ത് 9 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. എത്ര മണിക്കാണ് ഷോപ്പ് അടക്കുന്നത് എത്ര മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നു. നാട്ടിലെത്തുമ്പോഴത്തേക്ക് തന്നെ 1 മണിയെല്ലാം ആയി. അതുകൊണ്ട് ഏച്ചിൻ്റെ വീട്ടിലാണ് നിന്നത്. കണ്ണൂരാണ് ഏച്ചിൻ്റെ വീട്. അപ്പോൾ ഏച്ചിൻ്റെ വീട്ടിൽ നിന്ന് ജാനി ഏച്ചിയും ആടെയായിരുന്നു. ഞാനും അമ്മയും രാഘവാട്ടനും കൂടെ തിരിച്ചു വന്നു. കുക്കാട്ട നേരെ ജോലിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ണൂർ മിലിറ്ററി ക്യാൻറ്റീനിലൊക്കെ പോയി. അതൊക്കെ കഴിഞ്ഞ് കണ്ണൂരും കുറച്ച് ഷോപ്പിംഗ് അങ്ങനെ ഇങ്ങനെ. ഏട്ടന് കുറച്ച് എന്തെല്ലോ ബാക്കിയുള്ളതൊക്കെ ഇടിയൊക്കെ പോയി നോക്കി എടുത്ത് വാങ്ങി. പിന്നെ ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പയ്യന്നൂരേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും